കഥ കാണാൻ ഞങ്ങളുടെ വീഡിയോ തിരഞ്ഞെടുത്തതിന് നന്ദി. ഉപസംഹാരമായി നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില പ്രധാന വിവരങ്ങൾ ഉണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ദരിദ്രനും എന്നാൽ സത്യസന്ധനുമായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഗണപതിയുടെ വലിയ ഭക്തനായിരുന്നു. അവൻ എല്ലാ ദിവസവും ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു, നല്ലൊരു ജീവിതത്തിനായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം അയാൾ ജോലി അന്വേഷിക്കാൻ തീരുമാനിച്ചു. മറ്റൊരു ഗ്രാമത്തിലെ ഒരു ധനികനായ വീട്ടുടമസ്ഥനെ സമീപിച്ചു. സർ, ഞാൻ ജോലി അന്വേഷിക്കുകയാണ്. എനിക്ക് ഒരു ജോലി തരൂ, അയാൾ മാന്യമായി പറഞ്ഞു. കൗശലക്കാരനായ സമീന്ദാർ ചിരിച്ചു. എനിക്ക് ഒരു വർഷത്തേക്ക് ഒരു വേലക്കാരനെ വേണം. ആ വർഷാവസാനം ഞാൻ നിനക്ക് 3 സ്വർണ്ണ നാണയങ്ങൾ കൂലിയായി തരാം. പക്ഷേ എന്റെ ഏതെങ്കിലും ജോലി പൂർത്തിയാക്കാൻ നീ പരാജയപ്പെട്ടാൽ ഞാൻ ഒരു സ്വർണ്ണ നാണയം കുറയ്ക്കും. സമ്മതിച്ചോ? അവൻ ചോദിച്ചു. സമീന്ദാറിന്റെ തന്ത്രം അറിയാതെ നിരപരാധിയായ മനുഷ്യൻ സമ്മതിച്ചു. ഒരു വർഷം മുഴുവൻ അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്തു. അവസാന ദിവസം അവൻ തന്റെ കൂലി വാങ്ങാൻ പോയി. ഞാൻ പണം നൽകുന്നതിനു മുമ്പ് നിങ്ങൾ 3 ലളിതമായ ജോലികൾ പൂർത്തിയാക്കണം, വീട്ടുടമസ്ഥൻ ഒരു ദുഷ്ടപുഞ്ചിരിയോടെ പറഞ്ഞു. അദ്ദേഹം ആദ്യത്തെ ജോലി വിശദീകരിച്ചു. ഇതാ 2 വിലയേറിയ സെറാമിക് ഭരണികൾ, ഒന്ന് വലുത്, ഒന്ന് ചെറുത്. വലിയ ഭരണി ചെറിയ ഭരണിക്കുള്ളിൽ വയ്ക്കണം. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. സർ, എനിക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് അസാധ്യമാണ്. സമീന്ദാർ തോൾ കുലുക്കി. നിങ്ങൾക്ക് കഴിയില്ല, അതിനാൽ ഞാൻ ഒരു സ്വർണ്ണ നാണയം ചെലവഴിക്കും. പിന്നെ അദ്ദേഹം രണ്ടാമത്തെ ജോലി വിശദീകരിച്ചു. ആ മുറിയിൽ നനഞ്ഞ അരിയുണ്ട്. മുറിയിൽ നിന്ന് പുറത്തെടുക്കാതെ ഉണക്കുക. സൂര്യപ്രകാശമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉള്ളിൽ ഉണക്കാൻ കഴിയും? ആ മനുഷ്യൻ ചോദിച്ചു. അതാണ് നിങ്ങളുടെ പ്രശ്നം, അതും പറഞ്ഞുകൊണ്ട് വീട്ടുടമസ്ഥൻ മറ്റൊരു സ്വർണ്ണ നാണയം പുറത്തെടുത്തു. ഒടുവിൽ അദ്ദേഹം മൂന്നാമത്തെ ജോലി വിശദീകരിച്ചു. എന്റെ തലയുടെ ഭാരം കൃത്യമായി എത്രയാണെന്ന് പറയൂ. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആ പാവം മനുഷ്യൻ, സർ, ഞാൻ ഒരു വർഷമായി സത്യസന്ധമായി ജോലി ചെയ്തു. ദയവായി എന്നെ വഞ്ചിക്കരുത് എന്ന് യാചിച്ചു. അയാൾ ഒന്നും കൊടുക്കാതെ അവനെ പറഞ്ഞയച്ചു. ആ മനുഷ്യൻ ഹൃദയം തകർന്ന് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി നീതിക്കായി ഗണേശ ഭഗവാനോട് പ്രാർത്ഥിച്ചു. തന്റെ ഭക്തന്റെ ദുഃഖം കേട്ട ഗണേശൻ വീട്ടുടമസ്ഥനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ലളിതമായ മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് സമീന്ദാറിന്റെ വീട്ടിലേക്ക് പോയി. സർ, ഞാൻ ജോലി അന്വേഷിക്കുകയാണ്. എന്നെ ജോലിക്കെടുക്കാമോ? വേഷം മാറി വന്ന ഗിനായക ചോദിച്ചു. അത്യാഗ്രഹിയായ വീട്ടുടമസ്ഥൻ സ്വയം ചിന്തിച്ചു, മറ്റൊരു വിട്ടി. ഞാൻ അവനെയും വഞ്ചിക്കും. അദ്ദേഹം അതേ കരാറിന് സമ്മതിച്ചു. ഒരു വർഷത്തിനു ശേഷം ഗണേശൻ ജോലിക്ക് വന്നപ്പോൾ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന് അസാധ്യമായ അതേ ജോലികൾ നൽകി. ആദ്യത്തെ പണി എന്ന നിലയിൽ ഗണേശൻ ഒരു വടി എടുത്ത് ആ വലിയ ഭരണി കഷ്ണങ്ങളാക്കി പൊട്ടിച്ചു. നീ എന്തു ചെയ്യുന്നു? വീട്ടുടമസ്ഥൻ അലറി. ഇനി നമുക്ക് വലിയ പാത്രം ചെറിയ പാത്രത്തിനുള്ളിൽ വയ്ക്കാം, ഗണേശൻ മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ജോലിക്കായി ഗണേശൻ മേൽക്കൂരയിൽ കയറി അത് പൊളിക്കാൻ തുടങ്ങി. നിർത്തൂ. നീ എന്താണ് ചെയ്യുന്നത്? വീട്ടുടമസ്ഥൻ നിലവിളിച്ചു. നീ എന്നോട് മുറിക്കുള്ളിൽ അരി ഉണക്കാൻ പറഞ്ഞല്ലേ? മേൽക്കൂര പൊളിച്ചുമാറ്റിയാൽ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറി അരി ഉണക്കും, വിനായകൻ ശാന്തനായി പറഞ്ഞു. മൂന്നാമത്തെ ജോലിക്കായി ഗണേശൻ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു വലിയ മത്തങ്ങ പറിച്ചെടുത്തു. നിന്റെ തലയ്ക്ക് ഈ മത്തങ്ങയുടെ അതേ ഭാരമുണ്ട്. ഞാൻ അത് ഒരു തുലാസിൽ വയ്ക്കുന്നു, നിന്റെ തല ഒരു വശത്തും മത്തങ്ങ മറുവശത്തും, ഭൂവുടമയുടെ തല വെട്ടാൻ എന്നപോലെ അയാൾ ഒരു കത്തി പുറത്തെടുത്തു. സമീന്ദാർ ഭയന്ന് വിറച്ചു. വേണ്ട, എന്നോട് ക്ഷമിക്കൂ, അയാൾ യാചിച്ചു. ഗണപതി ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. നീ എന്റെ ഭക്തനെ വഞ്ചിച്ചു, പക്ഷേ ഇപ്പോൾ നീ പാഠം പഠിച്ചു. അവന്റെ കൂലിയും അധിക സ്വർണവും നിന്റെ തെറ്റുകൾക്ക് തിരികെ കൊടുക്കൂ. പേടിച്ചിരണ്ട സമീന്ദാർ അദ്ദേഹത്തിന് 6 സ്വർണ്ണ നാണയങ്ങൾ നൽകി, ഇനി ആരെയും വഞ്ചിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു. ഗണപതി ഭഗവാൻ തന്റെ യഥാർത്ഥ ഭക്തരെ സംരക്ഷിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദരിദ്രൻ സന്തോഷത്തോടെ ജീവിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മിക്ക കുട്ടികളും പുസ്തക വായനയേക്കാൾ ഇഷ്ടപ്പെടുന്നത് വീഡിയോകളാണ്. നല്ല പെരുമാറ്റരീതികൾ, നമ്മുടെ സംസ്കാരം, ദൈവഭക്തി എന്നിവ പഠിപ്പിക്കുന്നതിനുള്ള ഒരു രസകരമായ മാർഗമായി ഈ വീഡിയോ അവരെ കാണിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഈ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഇനിയും നിരവധി രസകരമായ കഥകൾ ഉണ്ട്. ഞങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റിലും നിങ്ങൾക്ക് അവ കണ്ടെത്താനാകും. അവയും കണ്ട് ആസ്വദിക്കൂ.